ഹായ് ഹലോ പ്രിയങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. സുഖം എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ സൗണ്ടിനൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. പെയിൻ്റ് അടിച്ചൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ട് നോക്കിയതാണേ. ഇതിപ്പോൾ ഇന്നലത്തെ ഒന്നും അല്ല കേട്ടോ. ആങ്ങളെ വന്ന ദിവസം എനിക്കൊന്ന് മിനിയാന്നാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവർ രാവിലെ എഴുന്നേറ്റു. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചു. പിന്നെ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ചായക്ക് ഞങ്ങൾ ഗോതമ്പൊക്കെ തേങ്ങ ശർക്കര ഇട്ടുണ്ടാക്കൂല, അങ്ങനെയായിട്ട് ഉണ്ടാക്കിയത്. കുറച്ച് ദിവസമായിട്ട് അരി അരയ്ക്കാൻ പറ്റുന്നില്ല. കാരണം തേങ്ങ ചിരവ അത്തേന്ന് ഊരിയപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി. അതായത് സ്റ്റെപ്പിൻ്റെ മുകളിലായിരുന്നല്ലോ ചിരവ പിടിപ്പിച്ച് വെച്ചത്. അപ്പോൾ അതിമൊന്ന് ഊരിയപ്പോൾ ചിരവ അങ്ങ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഗോതമ്പത്തിൻ്റെ അപ്പാട്ടെ എന്നും രാവിലെ. ഞങ്ങൾ ഫോണ വെക്കുന്ന കേറിട്ട് അങ്ങോട്ട് പോകുന്നത് നീ എന്താ പുഴയിലേക്ക് പോയി കൂടുതലെടുത്ത് വെള്ളത്തിൽ രണ്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ അവിടുന്ന് മാറിയാണല്ലേ ഓയ് കവറ് തുറക്കാനുള്ള തിരക്കാട്ടോ. ഇനിയാണ് തിരക്ക്. ഇത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. കവർ തുറക്കാനുള്ള തിരക്കാണ്. പല്ല് വെച്ചിട്ടോ കുടു ഒന്ന് ആദ്യക്ക് കുടുവിന് കൊടുത്തു. ഇനി പല്ലേക്ക് ഇങ്ങനെയൊക്കെയോ ഇങ്ങനെ അമ്മടി ഈ കുടുവിന് ഈ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് ഭയങ്കര കളിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. ഇവന് അലർജീൻ്റെ ആളാണ്. അപ്പോൾ പനിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചുമയുണ്ട് കേട്ടോ. നല്ല മഴ. അങ്ങനെ ആങ്ങളെ വന്നു പോയി. അപ്പോൾ അത് നിശാഗന്ധി അല്ല എന്നാണ് പറയണത്. ഞങ്ങളും അങ്ങനെ ആകെ സംശയത്തിലായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിശാഗന്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായി നിശാഗന്ധിയാണെന്ന്. പിന്നെ ആങ്ങളെ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും നിശാഗന്ധിയാണെന്ന് കേട്ടോ. എന്തായാലും അങ്ങനെ അവർ പോണ വഴി ഒന്ന് കയറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ പോകുന്ന സമയത്താണ് വന്നത്. വയനാട്ടിലേക്ക് പോകുമ്പം ആ പോണ വഴി നമ്മളെവിടെ കയറാൻ എളുപ്പമാണ്. അപ്പോൾ വഴിയരികിൽ കുറച്ചും കൂടെ ഇറങ്ങിയാൽ മതി. ഇത്തിരി ബുദ്ധിമുട്ടാണ്, മഴയൊക്കെയാണ്, ചളിപിളിയൊക്കെ ആയിരുന്നു. പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് വീടിനകത്തും പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ചായ കുടിക്കാൻ പറഞ്ഞപ്പം കടി ഈ പറയുന്ന ഗോതമ്പത്തിൻ്റെ അപ്പമായിരുന്നു കേട്ടോ. അതൊരു കട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അരി അരയ്ക്കാൻ തേങ്ങ ചിരകാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിരവ സ്റ്റെപ്പിൻ്റെ മുകളിലായിരുന്നല്ലോ ഞാൻ പിടിപ്പിച്ച് വെച്ചത്. അപ്പോൾ ആ കോണിക്കൂടിൻ്റെ അങ്ങോട്ടേക്കുള്ള പണി തുടങ്ങാനായ സമയത്ത് നമ്മളത് ഊരിപ്പോൾ അതിൻ്റെ കമ്പി അങ്ങ് പൊട്ടിപ്പോയിട്ടോ.
അതിലെന്തായിന്ന് വെച്ചാൽ ഇപ്പം അത് പിടിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ചിരവ വാങ്ങണം. അപ്പം ഞാൻ ആ മുന്നത്തെ വീട്ടിൽ നിന്നും അപ്പുറത്തുനിന്നും ഒക്കെയാണ് ചിരവിക്കൊണ്ട് വരൽ കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചിരവിക്കൊണ്ട് വരില്ല. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വൈകുന്നേരം ഒന്നും ചിരവിൽ നടക്കൂല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, എന്നാലും നമുക്കൊരു അസ്വസ്ഥതയാണല്ലോ. അങ്ങനെ ചിരവ അങ്ങനെ എന്ത് ചെയ്തു, അരി അരയ്ക്കണമെങ്കിൽ തേങ്ങ വേണം. അപ്പോൾ ഞങ്ങൾ ഗോതമ്പത്തിൻ്റെയാണ് മിക്കവാറും ദിവസം ഉണ്ടാക്കൽ കേട്ടോ. തേങ്ങ ചിരകി ഇടാനാണെങ്കിൽ അവിടുന്ന് കൊണ്ടുവരും, കുറച്ചൊക്കെ തേങ്ങ ചിരകി കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും, കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒപ്പിച്ച് ഇത്രയും ദിവസം കിട്ടും. ഇനിയിപ്പോൾ ഒരു ചിരവ വാങ്ങണം എന്തായാലും. അങ്ങനെ അമ്മച്ചി അപ്പോഴത്തേക്കും തൊട്ടുമുഖത്ത് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചിക്ക് പൂച്ചക്കുഞ്ഞിന് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയാണ് ചേട്ടായിക്കും. എല്ലാവർക്കും ഒന്നിപ്പോൾ ആർക്കും നിർബന്ധിക്കാനൊന്നും പറ്റില്ല, ആരെയും പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടപ്പെടാനൊന്നും ആർക്കും കഴിയില്ല. അപ്പോൾ അമ്മച്ചി പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി വന്നപ്പം പിന്നെ എന്താ പറയുക, കോലുമിഠായി കൊണ്ടുവന്നിട്ട് ഒന്ന് ഞാനും എടുത്തു. പിന്നെ മറ്റേ ബണ്ണില്ലേ, കോക്കനട്ട് ബണ്ണില്ലേ, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ബർത്ത്ഡേ കേക്ക് ആക്കാം നമുക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു തമാശയൊക്കെ പറയുമായിരുന്നേ. അങ്ങനെ എന്താ പറയുക, പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടമല്ലെങ്കിലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് അമ്മച്ചി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അടുത്തേക്ക് വരുമ്പോഴൊക്കെ തട്ടി മാറ്റിയൊക്കെ ഒരു വിധത്തിൽ കഴിച്ചിലാക്കിയതാണ്. പിന്നെ നമ്മൾ അധികം ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അതിനെ ഇതാക്കിയില്ല, മാറ്റിയൊക്കെ നിർത്തി. എന്നാലും ഏതായാലും കുഴപ്പമില്ല, എങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാഫർക്കൊക്കെ വന്നു, പണിക്കാർ അവർ വന്നു, പണിയൊക്കെ തുടങ്ങി. സ്റ്റെപ്പിൻ്റെ ആ ഭാഗമൊക്കെ പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിലമൊക്കെ കഴിഞ്ഞ് അടുക്കള സ്ലാവ് എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഇനിയിപ്പം കോണിക്കൂടിൻ്റെ ആ ഭാഗം കൂടിയേ പണി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും മിനിയാന്നത്തെ വീഡിയോ ആണെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെയെന്ന് പറഞ്ഞാൽ നിലവിലിങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇന്ന് കഴിയുമെന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ, നല്ലത് പെട്ടെന്നൊന്നും കഴിയില്ലല്ലോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഈ കാണുന്ന ടേബിളിൻ്റെ മുകളിൽ കാണുന്നൊക്കെ പൊടി തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് തുടച്ച്, രാവിലെയും തുടച്ച്, വൈകുന്നേരം തുടച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെയും മിനിയാന്നൊക്കെ ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. പൊടി ഒന്ന് അടിച്ചു വാരി എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിറയെ നല്ല പൊടിയാണ് കേട്ടോ. ഇവിടെ ആദ്യകൂട്ടനും കൂടിയൊക്കെ നല്ല ഫുട്ബോൾ കളിയാണ്. ഇവിടേക്കൊക്കെ നമ്മൾ ടേബിളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിടുന്നത് വരെ അവർക്ക് സുഖമായിട്ട് കളിക്കുക കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ. രാവിലെ തൊട്ടേ മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പുറത്തൂടെയുള്ള ഒരു കാര്യം ചെയ്ത് നടക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ കഴിഞ്ഞ ദിവസം പെയിൻറ്റ് വാങ്ങിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജനൽ കട്ടിലേക്കും ജനലിൻ്റെ കമ്പിക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അങ്ങനെ ഈ അഴ ഞങ്ങൾ അങ്ങോട്ട് അഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അഴ അയച്ചപ്പോൾ ഉള്ള ഡ്രസ്സുകൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയില്ല. എന്താണെങ്കിലും മൊത്തം കംപ്ലീറ്റ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. ഉണങ്ങാനുള്ള തുണികൾ ഇഷ്ടം പോലെ ഉണങ്ങാനുള്ള തുണികളുണ്ട്, അലക്കിയ തുണികളെ. പക്ഷേ നമ്മൾ വിരിച്ചിടണമല്ലോ. അകത്തുകൂടെ ഇനി എങ്ങനെ ഇത്രയും നന്നാക്കി നമ്മൾ എടുത്തിട്ട് എങ്ങനെ അകത്തുകൂടെ അഴ കെട്ടുക? എന്നാലും ഇന്നലെ വൈകിട്ട് നമ്മൾ വീണ്ടും അഴ കെട്ടി കിട്ടോ. കാരണം വെള്ളമില്ലാത്ത തുണികളാണ്, ഒരുവിധം വെള്ളം വലിഞ്ഞ് ഉണങ്ങിയ തുണികളെ അകത്തുകൂടെ മുഴുവൻ അഴ കെട്ടിയിട്ട് ഇട്ടേക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കയറിയതിന് ശേഷം അഴേൻ്റെ കാര്യം, തുണിയിടുന്ന കാര്യത്തിലൊരു തീരുമാനമാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, തുണികളെല്ലാം എന്ത് ചെയ്തു എന്നറിയോ, അഴ അഴിച്ചിട്ട് ആ കട്ടിലേലിട്ടിട്ട് മൂടി അങ്ങിട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ ജനലൊക്കെ ഉരയ്ക്കലും ഒക്കെ എല്ലാവരും ഓരോരുത്തർ ഓരോ ജനലൊക്കെ ഉരച്ചു. ഈ മന്ത്ലി ടെസ്റ്റിൻ്റെ ഏകദേശം സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ അവർക്കൊന്നും ഇരുന്ന് പഠിക്കാനോ ഒരു സ്വസ്ഥത, വീട്ടിലിങ്ങനെ പണിയല്ലേ.
അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അവരോട് പഠിക്കുന്നൊക്കെ ഞാൻ പറയും. അതിൽ കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വിചാരിക്കുക ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, ഈ മാസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഏതായാലും വേണ്ടിയില്ല പണികളിലാണ് എല്ലാവരും കേട്ടോ. അപ്പം ഞങ്ങളകത്തുനിന്ന് ഉരച്ച് പെയിൻ്റ് അടിച്ചു. ചേട്ടായി പുറത്തുണ്ട്, അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്, ചായയൊക്കെ കുടിച്ചിട്ട് ആളവിടെ ഇരിക്കുന്നുണ്ട്. അമ്മച്ചി പിന്നെ പറയും പോലെ എപ്പോഴും ഒന്നും വരാനൊന്നും കഴിയില്ല. ഇടയ്ക്കൊക്കെ ഒരു വരവ് വരും, ഒരു ദിവസം നിന്നിട്ട് 2 ദിവസം നിന്നിട്ടോ ആൾ പോവും. പിന്നത്തെ വരവ് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല. പിന്നെ ഞങ്ങൾ ചേട്ടന്മാർ ബാത്റൂമിൻ്റെ ഉള്ളിൽ കുറഞ്ഞൊരു ഭാഗം വെക്കാനുണ്ടായിരുന്നു, ടൈല് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളിങ്ങനെ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല മൊത്തം പണി കഴിഞ്ഞു എന്നുള്ള. അങ്ങനെയല്ല, മൊത്തം പണി ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ പണികൾ ഇനിയുണ്ട്. ജനൽ, വാതിൽ, അലമാര, തുണി വെക്കാനുള്ള സൗകര്യങ്ങൾ, ബുക്ക് വെക്കാനോ ഷെൽഫോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ടും ഇത്രയും കഴിഞ്ഞു എന്നുള്ളത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ദൈവത്തിനോട് ഇത്രയും തന്നിട്ടുള്ള എല്ലാ തന്നിട്ടുള്ള നന്മകൾക്കും ദൈവത്തിനോട് നന്ദി, 1000 നന്ദി പറയുക കേട്ടോ. അങ്ങനെ പിന്നെ അയൽക്കൂട്ടത്തിന് പോകാനുള്ള സമയമായി. 3-3:30 ആകുമ്പോഴത്തെ അയൽക്കൂട്ടത്തിന് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അയൽക്കൂട്ടത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങാൻ നേരത്ത് ആയപ്പോഴത്തേക്കും അവർ സ്റ്റെപ്പിനുള്ള പീസൊക്കെ മുറിക്കലും ചെയ്യലും ഒക്കെ ആയിരുന്നു. ചേട്ടായി അവരവിടെ പെയിൻ്റ് അടിക്കലും ജനൽ കമ്പി ഒരുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഞാൻ അയൽക്കൂട്ടത്തിന് പോകുന്നത്. അയൽക്കൂട്ടത്തിന് വരുന്ന വഴിയാണ് കുടുവിന് പോളിയോ കൊടുത്തിട്ടില്ല. കുടു ആണെങ്കിൽ എൻ്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്നതിന് ശേഷം വണ്ടിയിൽ ചാടി കയറിയതാണേ. അപ്പോൾ അയൽക്കൂട്ടവും കൂടണം, ആ കൂടെ പെയിൻറ്റ് കുറച്ചുകൂടി വാങ്ങാനും ഉണ്ട്. അപ്പോൾ അതും കൂടെ വാങ്ങി ഞാൻ ജനലിന് ഇങ്ങനെ നമ്മൾ ഈ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി ആദ്യം അടിക്കുന്ന പ്രൈമർ ഇല്ലേ, എന്താ അപ്പോക്സി, അതുമാണ് ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പെയിൻറ്റും വാങ്ങണം. എന്നിട്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് കുടുവിനെയൊക്കെ വീട്ടിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഓടി കയറിയപ്പോൾ. എന്നാൽ പിന്നെ പോരാൻ പറഞ്ഞു കൊണ്ടുപോയതാട്ടോ. ചെന്നപ്പോൾ അങ്ങാടിയിൽ എത്തിയപ്പോഴാണ് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ്. അതൊന്നും ഓർമ്മയിലേ ഇല്ല, നമ്മൾ ഈ പണിയെടുത്ത് നടക്കുക അല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങാടിയിൽ നിന്ന് അങ്ങനെ തന്നെ ആ വേഷത്തിൽ തന്നെ വീട്ടിൽ കൂടെ നടക്കണ കോലത്തിലാട്ടോ. ആ വേഷത്തിൽ തന്നെ അവിടെ ഇറങ്ങി പിന്നെ അതൊക്കെ പോളിയോ ഒക്കെ കുടിച്ച് മരുന്നൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നേരെ നമ്മൾ പെയിൻറ്റും വാങ്ങി വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ടാണ് അച്ഛൻ വന്നത്. അപ്പം പണി ഇപ്പം അച്ഛന് കുറച്ച് ദിവസമായിട്ട് വണ്ടി ഓടിക്കലുണ്ട് കേട്ടോ. കൈയൊക്കെ ദൈവം സഹായിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ എന്താ, അപ്പം എനിക്കൊരു മരണം ഉണ്ടായിരുന്നു നമ്മളെ തൊട്ടടുത്തുള്ള, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം തൊട്ടടുത്തുള്ളവർ റിലേറ്റീവ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ കൊണ്ടുവന്ന ഐസ്ക്രീമൊക്കെ ഇതാ കുടു വേഗം റെഡി ആക്കിയിട്ടുണ്ട്. ഞാനും അമ്മച്ചിയും കൂടെ ഒരു ഐസ്ക്രീം കഴിച്ചു, ബാക്കി 3 ആളും കൂടെ ഓരോന്ന് വിധം കഴിച്ചു. അങ്ങനെ പിന്നെ അച്ഛന് ചായ കൊടുത്ത്, ചായയല്ല അച്ഛൻ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, എന്തോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, അച്ഛനപ്പോൾ അവിടെ ഇരുന്നിട്ട് പണിയെടുക്കുന്നതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛൻ അവിടെ ഇരുന്നു. പിന്നെ അച്ഛയും കൂടെയൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അയൽക്കൂട്ടത്തിനൊക്കെ ഞാൻ വന്നിട്ട് പോയാതിട്ട് അച്ഛേന്ന് പറഞ്ഞാൽ ഞാൻ പോയത് കേട്ടോ. അപ്പം നമ്മളെ താഴത്തെ ഒറ്റ സ്റ്റെപ്പ് അന്ന് വെച്ചിട്ടുള്ളൂ, മുകളിലേക്കെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സ്റ്റെപ്പിന് വീതി എന്തോ ലേശം കുറവോ അങ്ങനെ എന്തോ ഒക്കെ ആയിട്ട് അവരതൊക്കെ വാട്ടർ ലെവലൊക്കെ വെച്ച് നോക്കി അതിൻ്റെ ഭാഗത്തിലൊക്കെ ചെയ്യുമ്പോൾ അച്ഛനിങ്ങനെ ചോദിക്കുന്നത് എന്താ അങ്ങനെ ചെയ്യണം, എന്താ അതെന്താ ഇങ്ങനെ എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഞാനാണെങ്കിൽ പിന്നെ നമ്മളിനി വൈകുന്നേരത്തേക്കുള്ള പെയിൻറ്റ് വാങ്ങിയതൊക്കെ അടിക്കാമെന്നൊക്കെ ഓർത്ത് ഞങ്ങളെ. പിന്നെ ഞങ്ങൾ ചോദിച്ചിരുന്നത് ഇവർ പണി കഴിഞ്ഞ് പോയിട്ട് രാത്രി തുടങ്ങാം അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ നമ്മളെന്ത് ചെയ്തു, പണികളൊക്കെ നോക്കി കണ്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇന്ന് അതുള്ളൂ, നാളെ ഫിനിഷാവും ഇല്ല, അവിടെ എത്തും. ഓ
അങ്ങനെ അച്ഛനും അമ്മയ്ക്കും അമ്മച്ചിക്കും അവിടെ ചായ കൊടുത്തിട്ട് ഞാൻ ഇവർക്കുള്ള ഭായിമാർക്കുള്ള ചായ എടുത്ത് വെച്ച് നമുക്കും ചായ ഉണ്ടാക്കി കേട്ടോ. അന്ന് പാലൊക്കെ ഒഴിച്ച് ചായ ഉണ്ടാക്കിയേ. അപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ ആ സ്ലാവിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഭംഗി, അത്രത്തോളം ഭംഗിയിൽ ഞാൻ ചായ വെച്ച് കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ പുറത്തൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ തറവാട്ടിലായാലും വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കുഞ്ഞു വീഡിയോ പിടിച്ചത്. പിന്നെ രാവിലെ ആങ്ങളെയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ നമ്മളങ്ങനെ ബേക്കറി അധികം അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. ബിസ്ക്കറ്റ് ആയാലും വാങ്ങാറില്ല, ബേക്കറി ഇല്ല. വല്ലപ്പോഴും ഒരു കേക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്നല്ലാതെ. അപ്പോൾ ഈ മിച്ചറൊക്കെ കൊണ്ടുവന്ന് എന്താ അറിയോ, മക്കളിത് കഴിച്ചിട്ടേ, ഈ ആദ്യക്കൂട്ടനാണ് ബേക്കറീൻ്റെ ആൾ. അവനാണ് ആരോഗ്യമില്ലാത്തത്, അവനാണ് ഉള്ള പണി മുഴുവൻ എടുക്കുന്ന ആളും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഞാൻ പറയും, ഈ മറ്റ് ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ വാങ്ങുന്ന സമയം കൊണ്ട് ഇത്തിരി പഴമോ ഇത്തിരി കാരക്കയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അതുപോലെ ഒരുപാട് മിഠായികൾ, ഇങ്ങനെ പല മോഡലും മിഠായികൾ, ട്യൂബിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെ ഓരോരോ മിഠായികളൊക്കെ വായിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന കൂട്ടം മിഠായി, അങ്ങനെയൊക്കെ ആദ്യമൊക്കെ ചേട്ടായി കൊണ്ടുവരുന്നത്. അപ്പോൾ ഒക്കെ ഞാൻ പറയും കേട്ടോ, ശരീരത്തിന് ഒരു ഗുണമില്ലാത്ത സാധനങ്ങൾ നമ്മളെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഒന്നും വേണ്ട. വല്ലപ്പോഴും വാങ്ങുമ്പം ഇത്തിരി കാരക്കയോ ഇത്തിരി അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അതിലൊക്കെ ഇല്ലയെന്നല്ല, എങ്കിലും കുറച്ചെങ്കിലും ഒരു ഗുണം കിട്ടുമല്ലോ. മറ്റേതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടാനില്ലല്ലോ. അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് കുറേ കാലം കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അതിലൊരു മാറ്റം വന്നു കേട്ടോ. ഇപ്പോൾ കുടുവിനെ LKG വിടാൻ തുടങ്ങിയപ്പോഴും നമ്മൾ ആ ഒരു ഇത് നമുക്ക് ഉണ്ടായിട്ടോ. കാരണം ഞാനിങ്ങനെ രാവിലത്തെ കടി, ദോശ, അടയൊക്കെ ആയിരുന്നു കൊടുത്തു വിടലേ. അപ്പം അവിടെ LKG കുട്ടിയൊക്കെ എല്ലാവരും മിക്കവാറും ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ എളുപ്പത്തിനാണല്ലോ കൊടുത്തു വിടാം. ഇതെന്താണെന്നറിയോ, അങ്ങനെ അയൽക്കൂട്ടം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ആദ്യക്കൂട്ടം സെപ്റ്റിൻ്റെ ക്യാമ്പിലുള്ളതാണല്ലോ, ഫുട്ബോളിൻ്റെ. അപ്പോൾ ഞാൻ നമ്മളെ കൂടഞ്ഞിയിൽ സെപ്റ്റിൻ്റെ ക്യാമ്പിൽ അവിടുത്തെ സെക്രട്ടറിയാണ് കേട്ടോ. അപ്പോൾ മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചു, മീറ്റിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ പിടിയടാന്ന് പറഞ്ഞ് ഓടി. മീറ്റിംഗ് പകുതി ആയപ്പോഴായിരുന്നു സെക്രട്ടറി എത്തുന്നത്. പിന്നെ അന്ന് അവിടെ സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു. അതായത് PT അംഗങ്ങൾക്കൊക്കെ ജോസാറിൻ്റെ വക ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതല്ല, വീണ്ടും പോയിട്ട് അതേപോലെ തിരിച്ച് അത് കഴിഞ്ഞിട്ട് 6 മണിയായും തോന്നുന്നു ഞാൻ വന്നപ്പം. അങ്ങനെ വന്ന് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി, വീണ്ടും ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആണ് പിന്നെ നമ്മൾ പെയിൻറ്റ് അടിക്കാൻ തുടങ്ങിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. എന്താന്ന് പറയാനറിയില്ല എനിക്ക് അതിനെക്കുറിച്ചൊന്നും. ഇതിപ്പോൾ ഇത്രമാത്രം പറയാനുണ്ട്. അടുക്കളയൊക്കെ ഇത്ര പ്രത്യേകതയാണോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ആർക്കും ഇല്ലാത്തതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ എനിക്കിതിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം, എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന് കേട്ടോ. എത്ര നാളത്തെ ആഗ്രഹത്തിനേക്കാൾ ഉപരി ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഞാൻ ഒഴുക്കിയിട്ടുള്ള കണ്ണീര്, ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടിന് ഇത്രത്തോളം മധുരം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, പിന്നെ ഇപ്പം വാടക വീട്ടിലൊക്കെ നിന്നിട്ടേ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിലേക്ക് കയറിക്കൂടുന്ന അന്ന് വീട്ടിൽ വന്ന് കയറിക്കൂടുന്ന അമ്മമാർക്കോ എന്നെപ്പോലുള്ള സ്ത്രീജനങ്ങൾക്കോ ഇത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ കിടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, നമ്മളിങ്ങനെ പല തടസ്സങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിച്ച് കൂടെ ഒരു കൈ പിടിക്കാൻ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് ഒറ്റയ്ക്ക് നമ്മൾ ചെയ്ത് എത്തിച്ചിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു സുഖം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളത് എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുള്ളത് ശരിക്കും നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് നമുക്കൊരു സാധനം കിട്ടണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ രുചിയും മധുരവും അതിൻ്റെ ഭംഗിയൊക്കെ കൂടുകയുള്ളൂ. കഷ്ടപ്പാടില്ലാതെ കിട്ടുമ്പം അതിന് പല കുറവുകളും തോന്നും കേട്ടോ, പലതും തോന്നും. ഇപ്പോൾ ഇതിന് കുറവില്ലെന്ന് ചോദിച്ചാലുണ്ട് കേട്ടോ. കാണുന്നവർക്ക് സൗകര്യം കുറവായിരിക്കും, വലിപ്പം കുറവാണ്. ഇനിയിപ്പോൾ ഞാൻ സാധനങ്ങളൊന്നും ഇല്ല അകത്ത്. ഇപ്പം എല്ലാം കൊണ്ട് കയറുമ്പോൾ എനിക്കും ചിലപ്പം അവിടെ വെക്കാൻ സൗകര്യമില്ല എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ എങ്കിലും അത്രത്തോളം ഞാനിവിടെ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലത് ഉണ്ട് കേട്ടോ. ദൈവം സഹായിച്ചിട്ട് ദൈവത്തിനോടൊരു പ്രാർത്ഥനയുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഭഗവാനെ.
വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പാടുണ്ടായിക്കോട്ടെ, നമുക്ക് അതൊക്കെ എത്ര വേണമെങ്കിൽ സഹിക്കാം, അതൊക്കെ ആയിക്കോട്ടെ. എന്നാലും നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടമൊക്കെ വീട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അതിനൊക്കെ ഒരു ആരോഗ്യം ദൈവം തന്നാൽ മതി. അതൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോളും. അങ്ങനെ പറഞ്ഞ് കാട് കയറി അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ പെയിൻ്റ് അടിച്ച് രാത്രി കേട്ടോ. രാത്രി പെയിൻ്റ് അടിയൊക്കെ പകുതിയായപ്പോൾ പിന്നെ നിർത്തി. ഒത്തിരി സമയമായപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറ് കൊടുത്ത്, എന്നിട്ട് ഞാൻ മേല് കഴിക്കില്ല, കാരണം അത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ചുകൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ പുറത്ത് നല്ല മഴ പെയ്ത് അളിപിളിയായി കിടക്കുകയാണ്. പിന്നെ ആ തണുപ്പത്ത് ഏതായാലും ചളിയിൽ വന്ന് നിന്നിട്ട് വേണമല്ലോ നമ്മൾ പാത്രം കഴുകാം. അപ്പോൾ പിന്നെ പാത്രം കഴുകാനുള്ളതൊക്കെ എടുത്ത് പെറുക്കി പാത്രം കഴുകാൻ വന്നു. ആ കുടുണ്ടല്ലോ, കുടു സ്വന്തം ആരും പറയാതെ കേട്ടോ കുടു ചൂലൊക്കെ എടുത്ത് അടിച്ചു വരുന്നത്. ചോറ് വിളമ്പാനായപ്പോഴത്തേക്കും കുടു അടിച്ചു വരാൻ പോയിരുന്നു. പിന്നെ കുടുവിനെ ഒരു വിധത്തിൽ വിളിച്ച് സോപ്പിട്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കുടു ചോറിനാൻ വന്നത്. അല്ല, അവൻ വരുന്നുണ്ടായിരുന്നില്ല, അവന് അടിച്ചു വാരണം, ഓരോ പണിയെടുത്തുകൊണ്ട് അവന് നടക്കുന്നത്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ചോറിനൽ കഴിഞ്ഞു, പാത്രം കഴുകാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈര് വൈകുന്നേരം അതിനെ പുറത്തിറക്കിട്ട് പഠിപ്പിക്കരുത് സന്ധ്യയാകുമ്പോൾ. അച്ഛമ്മ കിടക്കട്ടെ. ആ ആ അച്ഛമ്മ അവിടെ കിടക്കട്ടെ വക്കത്ത്. അമ്മ അതിൻ്റെ ഉള്ളിൽ കിടക്കും. ആ അങ്ങനെ 4 ആളും കൂടി കിടന്ന് ഞാൻ കൂടെ അച്ഛമ്മനെ കെട്ടിപ്പിടിക്ക്. അച്ഛമ്മ കെട്ടിപ്പിടിക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ അവരെ എല്ലാവരും കിടത്തി കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കറിയില്ല എന്താ ഉറക്കം വരാത്തതെന്ന്. ഇതാ ഒരു പെയിൻ്റ് അടി, ഒരു കോട്ട് അടിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ അത്. ഞങ്ങൾ ഒന്നും കൂടെ എൻ്റെ മുകളിൽ കൂടെ അടിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ഉറക്കം വരാത്തതാണ്. ഞാൻ വീണ്ടും എൻ്റെ അടുക്കളയിലൊക്കെ ഒന്ന് തൊട്ട് തലപടി പൊടിയുണ്ട്, പെയിൻ്റ് അടിച്ചതിൻ്റെ വീണ് കിടപ്പുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ കുറച്ച് നേരം കൂടി അതിൽ നടന്നു. 11:30 ആയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത്. എന്തായാലും എന്താ പറയുക, ഒരു ക്ഷീണം എന്ന് പറഞ്ഞാൽ വേദനയുണ്ട്, കാലിനും കൈക്കൊക്കെ വേദനയുണ്ട്. പക്ഷെ അല്ലാതെ എനിക്കൊരു മടുപ്പില്ല, ഉറക്കമില്ലാതെ ആയി എന്ന് വേണം പറയാൻ. അങ്ങനെ ആവാൻ പാടില്ല, ഒക്കെ ശരീരത്തിനെ അത് ബാധിക്കും കേട്ടോ. അങ്ങനെ പിന്നെ രാവിലത്തെയാണ് ബാക്കി. രാവിലെ എഴുന്നേറ്റിട്ടേ ലീവാക്കി കേട്ടോ. അപ്പോൾ അന്ന് പിന്നെ അമ്മച്ചി പറഞ്ഞാൽ പിന്നെ ഇന്ന് ലീവാക്കിക്കോ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ലീവാക്കിയത് എന്തിനാന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ കഴുകി വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പകരം ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് കുറേ വേസ്റ്റുകളൊക്കെ, ചാക്കുകളെ നമ്മൾ പണി കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ പ്രാവശ്യമായിട്ടും വേസ്റ്റുകൾ നമ്മൾ പെറുക്കി ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും തീരുന്നില്ലല്ലോ, വീണ്ടും ഓരോ പണികൾ വരികയല്ലേ. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, ആ വേസ്റ്റുകളൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ആ ഭാഗത്തുള്ള എല്ലാം പെറുക്കി മാറ്റാം. ടൈൽസ് പീസുകളുണ്ട് ഒരുപാട്, അതെല്ലാം ഒരു ഭാഗത്ത് കൂട്ടാം. അതൊക്കെ പിന്നെ ഓരോ സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ എന്തെങ്കിലും ചെയ്യുക. കാരണം ഒന്നാമത് ജോലിക്ക് പോരുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ്, നമുക്കൊക്കെ നോക്കി ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അവിടെ നിൽക്കാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സമയം നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നു. ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. കിട്ടുന്നില്ല അല്ലേ, അതിൻ്റെ വണ്ടാലൊക്കെ കിട്ടാൻ നോക്കിയില്ല, കിട്ടത്തില്ല. അയ്യോ, ഇനി എന്താ പറയുക, ഈ ശരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ ആ ഭാഗത്ത് സ്റ്റെപ്പിൻ്റെ പണി വന്ന സമയത്ത് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തൊരു പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇതിപ്പോൾ എത്രയോ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ മണ്ണൊക്കെ നല്ലപോലെ ഉള്ള സമയത്തും മണ്ണ് കുറവുള്ള ഭാഗത്തൊക്കെ ഞാൻ ആദ്യകൂട്ടനും കൂടിയാണ് കേട്ടോ ആ ഏരിയ കിണറിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള മണ്ണൊക്കെ ഞങ്ങൾ കൊത്തിയിട്ട് നിരത്തി എല്ലാം റെഡിയാക്കിയതാണ്. അന്ന് വേസ്റ്റ് ഒരുമാതിരി എല്ലാം പെറുക്കിയതാണ്. അതിന് ശേഷം സിമെൻറ്റിൻ്റെയും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെയും ടൈല് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കാർബോർഡും ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കൂടിയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അത് മഴ പെയ്തിട്ടും കൂടെ അളിഞ്ഞിട്ടുണ്ട് കുറേ, ആ കാർബോർഡിൻ്റെ ഇതൊക്കെ വീണതേ.
ബാക്കിയെല്ലാം നമ്മൾ ടൈലൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടു. ഇനി പണിയെല്ലാം കഴിഞ്ഞ് വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇറയിലൊക്കെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൃത്തിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാമെന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പം ടൈലൊക്കെ അങ്ങനെ നിലത്തിട്ടാൽ തെന്നും ചെയ്യും. അപ്പോൾ അതിനൊക്കെ കരുതി അതിനൊക്കെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഏതായാലും തെങ്ങിൻ്റെ വീട്ടിലത് കൂട്ടിയിട്ടു. ചേട്ടന്മാർ ഭായിമാർ അവിടെ അപ്പോൾ പണി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കുള്ള പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ വെള്ളം പോകാൻ ഈ പണ്ട് നമ്മളൊരവസ്ഥ എന്തെന്ന് വെച്ചാൽ ഷെഡായിരുന്ന സമയത്തേ ആദ്യം നമ്മളിവിടെ വന്ന ഉടനെ ഒന്നും ഒരു കുഴപ്പമില്ല. മഴ പെയ്താൽ വെള്ളം നിൽക്കുമോ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെയാണ് കേട്ടോ. അപ്പം ഈ പുറകുവശം വയലാണല്ലോ. മൊത്തത്തിൽ ഈ ഏരിയയൊക്കെ വയൽ തന്നെയായിരുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് അതിങ്ങനെ വീടുകളൊക്കെ വന്ന് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ പുറകിൽ താന്ന സ്ഥലമായിരുന്നു ഒരു കണ്ടം, ഇങ്ങനെ കുറേ കൈവരി ചെറിയ ചെറിയ തോടുകളൊക്കെ ആയിട്ടേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമൊക്കെ അവിടെ വന്നിട്ട് അതിലെ ഒഴുകി തോട്ടിലോട്ട് പോകും. അപ്പോൾ അതിലെ ഒരു ഒഴുക്കുണ്ടായിരുന്നു ആ പുറകുവശത്ത് ചെറിയ തോടുകളുള്ളത് കൊണ്ടേ. പിന്നീട് ആ സ്ഥലം ഇങ്ങനെ ആളുകൾ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മണ്ണൊക്കെ ഇട്ടത് ലെവൽ ചെയ്ത് വന്നപ്പോൾ എന്താ വെള്ളത്തിന് പോകാൻ സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് വെള്ളം താന്ന ഭാഗത്തേക്കല്ലേ എന്തായാലും പോരുള്ളൂ. അങ്ങനെ വന്നപ്പോൾ നമ്മളെ ഷെഡിൻ്റെ ആ ഭാഗത്തേക്കായിരുന്നു വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അപ്പുറത്തൊക്കെ ഉള്ള വീടിൻ്റെ സ്ഥലവും അന്ന് ഉയർന്നായിരുന്നു. അപ്പം പിന്നെ അവരെ നല്ല വീടുകളായതുകൊണ്ട് അവിടുന്ന് വരുന്ന വെള്ളവും നമ്മളെ ഷെഡിലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഈ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ മക്കളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ അതൊരു വെള്ളം താന്നു പോവാതെ ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വർഷം അതുവരെ നമ്മൾ ഷെഡിൽ നിന്നപ്പോൾ അങ്ങനെ തന്നെ നിന്ന് പോന്നു കേട്ടോ. ഒന്നും ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് വീടുണ്ടാക്കാനോ ഇറങ്ങാനോ അങ്ങനെയൊന്നും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്തും മുന്നിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നല്ലൊരു ജോലി അതുപോലും മുന്നിൽ കാണാതെയാണ് കേട്ടോ. അങ്ങനെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടും നമുക്ക് എന്താ പറയുക, വീട്ടിൽ നിൽക്കുന്നവർക്കാണ് പ്രശ്നം. മറ്റു പണിക്ക് പോകുന്നപ്പോൾ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഇപ്പോൾ പണിക്ക് പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പുള്ളി പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റ് വിഷമങ്ങൾ ആളറിയുന്നില്ല. വൈകുന്നേരം രാത്രി കയറി വരുമ്പം വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ വെള്ളത്തിലാണോ മക്കളെ സ്ഥിതി എന്താ അങ്ങനെയൊന്നും ആൾക്ക് അവർക്കത് കണ്ടിട്ടില്ല. അങ്ങനെ ടെൻഷൻ ഇല്ലാത്തവരും കൂടി ആകുമ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഞാൻ അതിൽ നിന്നപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. അന്നും ഇന്നും എൻ്റെ വരുമാനം ദിവസക്കൂലി എന്ന് പറയുന്നത് 400 രൂപയാണ്. പക്ഷേ ആ ഒരു ഇതിൽ എവിടുന്ന് ധൈര്യം കിട്ടി എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക. എന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ബാലൻസ് ഇല്ലാത്തതുകൊണ്ടും ഒന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ലാത്തത് കൊണ്ടും സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടും പിന്നെ ചേട്ടായിക്ക് അത്ര ധൈര്യവും കുറവാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു പ്രകൃതി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി. ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അപ്പം അതൊരു പരാതിയായിട്ട് പറയുകയല്ല. ഓരോ വ്യക്തികൾക്കും എല്ലാ മനുഷ്യനും എല്ലാ കഴിവും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങോട്ട് മാറാൻ തീരുമാനിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒരു കഥയാണ്, ചരിത്രം. ഒരു വല്ലാത്ത അവസ്ഥകളായിരുന്നു അന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കാൻ പോലും വയ്യ കേട്ടോ. അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പം ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിയതാണ്. പിന്നീട് എന്താ പറയുക, പിന്നീട് അങ്ങോട്ട് ഒരു ധൈര്യമായി. ആ ഒരു ധൈര്യത്തിൽ ഇവിടെ വരെ എത്തി എന്നുള്ളതാണ് കേട്ടോ. കൂടെ ഉണ്ടെന്ന് വെച്ചാൽ കൂടെ ചേട്ടായി അടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കിപ്പം അതൊരു വലിയ ബലം ഉണ്ട്. കൂടെ ഉണ്ട് ആൾ, കൂടെ ഇല്ലായികയൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഗ്രഹിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളതും കേട്ട് വളർന്നിട്ടുള്ളതൊക്കെ അങ്ങനെയാണല്ലോ. ആണുങ്ങളെല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നു. സ്ത്രീകൾ അവിടെ ഇങ്ങനെ വെച്ച് വിളമ്പി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാണല്ലോ നമ്മൾ കണ്ടും കേട്ടും വളർന്നു പോരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭയങ്കരമായിട്ടുള്ള നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷേ ഏറ്റെടുക്കേണ്ടി വന്നാൽ നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഒരു പരിധി വരെ നമ്മൾ ഏറ്റെടുത്താൽ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ആയില്ലെങ്കിലും നനയാതെ ചോരാതെയൊക്കെ ആയില്ലേ, അപ്പം അതുപോലെയൊക്കെ നമുക്ക് എല്ലാവർക്കും ആവാൻ കഴിയും. എന്തായാലും അത് കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 10 പൈസ വരുമാനമായാലും സ്ത്രീകൾ ഒക്കെ ഉള്ള സ്വഭാവമാണത്, അഹങ്കാരം
ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു 10 പൈസ വരുമാനം എല്ലാവർക്കും ആവട്ടെ. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ, അനാവശ്യമായ ആഗ്രഹങ്ങൾ അല്ല ഞാൻ പറയുന്നത്, നമ്മളെ കുടുംബത്തിന് നമ്മളെ മക്കൾക്കും നമുക്കും നല്ലതാണെന്ന് തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ആവാട്ടോ. ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഓടേണ്ടി വരും, കുഴപ്പമില്ല കേട്ടോ. എല്ലാം നേടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അംഗീകരിക്കാനൊക്കെ ആളുകളുണ്ടാവുന്നേ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പേടിച്ച് ഇങ്ങനെ തന്നെ നിന്ന് പേടിച്ച് അല്ലെങ്കിൽ നമ്മൾ പിന്മാറി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ മുന്നോട്ട് ഇറങ്ങിയേ പറ്റൂ. മുന്നോട്ട് ഇറങ്ങിയിട്ട് ഒരാൾ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ ആക്റ്റീവ് ആയേ പറ്റൂ. അപ്പം നമ്മൾ കുറച്ച് ഒരാൾക്ക് പിശുക്കില്ലെങ്കിൽ ഒരാൾ കുറച്ച് പിശുക്കേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്കിപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ആഗ്രഹം തോന്നാറുണ്ട് നല്ല രീതിയിലൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രസ്സ് പോലും ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ വാങ്ങാൻ അത് പിശുക്കത്തരം കൊണ്ടാണ്, വാങ്ങുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ വിചാരിക്കും അത് നടക്കട്ടെ എന്ന് കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പം മുടിയൊക്കെ മര്യാദയ്ക്കൊന്ന് ചീക്കിട്ടും കൂടി ചെയ്യാതെയാണ് ഞാൻ പോകാറുള്ളത് കേട്ടോ. അപ്പം നമ്മളെ ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മളതേ അവസ്ഥയിലുള്ളവർ പോലും ഈ മുടിയൊക്കെ സ്ട്രെയിറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ആഗ്രഹമല്ല, ഇഷ്ടമുണ്ട് അതൊക്കെ ചെയ്യാൻ. പക്ഷേ ആ ഇഷ്ടത്തിന് പുറകെ ഞാൻ പോവണമെങ്കിൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ചുറ്റിനും വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പം നിലവിലുണ്ടായിരുന്നത് ഒരു 60 രൂപേൻ്റെ ചിലവാണ്. ആ ചിലവ് നിലവിലിപ്പം നിന്നു. ഇപ്പം ത്രെഡ് ചെയ്യാനും പോലും പോകാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. പക്ഷെ അങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആര് സാധിപ്പിക്കാനാ? നമ്മളെയും കൂടി നമ്മൾ സന്തോഷിപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒരു സമയം എടുക്കേണ്ടി വരും എന്നുള്ളത് സാരമില്ല. എന്നാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നേടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ. അപ്പോൾ പക്ഷേ എന്ന് ചോദിച്ചിട്ട് ഇതൊന്നും പൂർണ്ണമായിട്ടും വീട്ടാൻ കിടക്കുന്നുള്ളൂ. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവരും എന്നെപ്പോലെ ഉള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പിന്നോട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇറങ്ങി ചെയ്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ കൂടെ ഉള്ളവർ മൗനമായിട്ടെങ്കിലും നമ്മൾ അംഗീകരിച്ചോളൂന്നേ. അവരിപ്പം പുറമെ നീ ചെയ്തതുകൊണ്ട് നന്നായി എന്ന് ചിലപ്പോൾ പറഞ്ഞോളുന്നില്ല. പക്ഷേ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കാട് കയറി നമ്മൾ ബാക്ക് വശം നന്നാക്കി ഇവിടെ എത്തി. അപ്പോഴത്തേക്കും പെരും മഴ തുടങ്ങി കേട്ടോ. മഴയായപ്പോൾ പിന്നെ ഒരു കുറച്ചൊക്കെ വന്നപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നു. വേഗം പോയി പല്ലേക്ക് ചായ തരാമ്മ. തൽക്കാലം ഒരു സമാധാനം. ഇത് ചാക്കിലുണ്ടല്ലോ, തൽക്കാലം
ഈ സൈഡിൽ നിന്ന് വിളിക്കൊണ്ടൊക്കെ ഒരു ചാപ്പൂർ പോകും ആ കൂടുതൽ ഞാൻ മധുരം കായ ഓടിച്ചു കായ ഓടിച്ചു നമുക്ക് കണ്ടു മഴ അങ്ങോട്ട് കനത്തപ്പോൾ പിന്നെ ഞാൻ കോട്ട എടുത്തിട്ടു കേട്ടോ. കോട്ട എടുത്തിട്ട് പിന്നെ കുടു അവിടെ ഉണ്ടായിരുന്നു. കുടു ഇടയ്ക്കൊക്കെ കുഞ്ഞ് വീഡിയോ ഒക്കെ പിടിച്ച് തന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, തുണി അലക്കാനെല്ലാം കൂടെ കോട്ടിട്ട് അലക്കി നോക്കി. കോട്ടിട്ട് അലക്കിയിട്ട് എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. കാരണം അലക്കുമ്പം എന്ത് ചെയ്താലും വീഡിയോ പിടിക്കാൻ കഴിയില്ല, അവിടെ പ്ലാസ്റ്റിക് വലിച്ച് കെട്ടിയത് കൊണ്ട് അങ്ങോട്ട് കാണൂല കേട്ടോ. പിന്നെ കോട്ടൊക്കെ ഊരിയിട്ട് നനഞ്ഞങ്ങോട്ട് അലക്കി. പിന്നെ എന്ത് ചെയ്തു, അലക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും കയറിയില്ല, അതിൻ്റെ മുമ്പ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോമിച്ചേട്ടൻ വന്നു കേട്ടോ. നമ്മളെ പുറകുവശത്തെ വാതിൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ നിലവിലുണ്ടായിരുന്ന വാതിൽ ഒരെണ്ണം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഊരി വെച്ചിട്ടുള്ള വാതിൽ എന്ത് ചെയ്തു, ടോമിച്ചേട്ടൻ വന്നിട്ട് പിടിപ്പിച്ച് തന്നിട്ടോ ബാക്ക് വശത്തെ. അപ്പോൾ മുന്നിൽ ഇപ്പം നിലവിൽ അടവാണല്ലോ, അപ്പോൾ ബാക്ക് വശത്തെ ഡോറും കൂടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചിട്ടിട്ട് പോവാമല്ലോ. അപ്പം നമ്മളിപ്പോൾ പണ്ട് ഷെഡിലൊക്കെ ആയപ്പോൾ വാതിൽ അടച്ചിട്ടിട്ടാണോ പോയതെന്ന് വെച്ചാൽ അല്ല കേട്ടോ, വാതിലൊന്നും അടച്ചിട്ടിട്ടൊന്നും അറിയുന്നില്ല, പോവില്ല, അങ്ങനെ ചാരിയിട്ടിട്ട് പോവലായിരുന്നു. പിന്നെ ഏതായാലും വാതിൽ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് അടച്ചിട്ടിട്ടൊക്കെ പോവാം, വാതിലൊക്കെ ഒന്ന് അടച്ചിട്ടിട്ടേ. ഇങ്ങനെ വാതിൽക്കട്ടിലേക്ക് നല്ല കോട്ട ഉണ്ട്. അത് അനീഫാക്ക കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറയുകയും ചെയ്തിട്ടോ, വാതിൽക്കട്ടിലേക്ക് കോട്ട ഉള്ളതാണെന്ന്. നമുക്കതൊന്നും അറിയില്ലല്ലോ. ടോമിച്ചേട്ടൻ വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായി കേട്ടോ. എന്തായാലും വെച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇനി സാവധാനം വെക്കാമെന്നുള്ള രീതിയിലാണ്. എന്നാലും പുറകുവശം അടച്ചു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മുൻവശത്ത് മറാല പോലെ കൂടാരം പോലെ കുറേ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ നെറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഊരി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യകൂട്ടനോട് ഞാൻ എന്ത് ചെയ്തു, ആദ്യകൂട്ടനോട് മുകളിൽ കയറാൻ പറഞ്ഞിട്ടാണ് ഞാനത് അഴിച്ചത് കേട്ടോ. അപ്പം മുകളിലേക്കുള്ള ഇവിടെ ഉള്ളതൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റി, മുകളിലേക്കുള്ളത് മുകളിൽ കയറി കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യകൂട്ടനോട് മുകളിൽ കയറാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ നിന്ന് കത്തി എറിഞ്ഞു കൊടുത്തേ. എന്നിട്ടേ അറിയട്ടെ, ആദ്യകൂട്ടാ അതാ ആ കയറങ്ങ് മുറിച്ചാ മതി, അത്ര പണിയേ ഉള്ളൂ.
അത് മറ്റേൻ്റെ അയക്കണ്ട. അമ്മേ ഭഗവതി, ഇങ്ങോട്ട് അറിയണ്ട. അപ്പം അങ്ങനെ ഒരുമാതിരിപ്പെട്ട വൃത്തിയാക്കലും ക്ലീനിങ്ങുകളും പുറത്തുള്ളത് കഴിഞ്ഞു എന്ന് പറയാൻ മാത്രം ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് വേസ്റ്റുകളൊക്കെ പെറുക്കി വെച്ചെന്ന് മാത്രം. ഇനി സൈഡ് നമുക്ക് ചുറ്റിനും മണ്ണിടാനും ലെവൽ ചെയ്യാനും പാത്രങ്ങളെല്ലാം പെറുക്കി വെക്കാനും അവിടെ ഇതെല്ലാം കഴുകാനും പെറുക്കാനും ഇഷ്ടംപോലെ ഇനിയുണ്ട് കേട്ടോ. അതൊക്കെ ഇനി നാളത്തെ ദിവസം ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒത്തിരി ഒത്തിരി നന്ദിയാണ്. നിങ്ങളിടുന്ന ഒരു കമൻറ്റിന് എൻ്റെ ജീവൻ്റെ വിലയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത്രത്തോളം എനിക്ക് ആരോഗ്യം തരുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരോടെല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ രാത്രിയിൽ ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ ജോലി കഴിഞ്ഞ് ചെന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ ചെയ്തു. പിന്നെ ഞാൻ അവസാനമായിട്ട് നോക്കുമ്പം പറയാനൊരു കുഞ്ഞു വീഡിയോ വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ ഒന്നും ലോങ് വീഡിയോ അങ്ങനെ അധികം പിടിച്ചിട്ടില്ല, പിടിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് തിണ്ണയൊന്നും നിങ്ങളെ കാണിക്കാൻ പോലും പറ്റൂല. ഇപ്പം അതൊക്കെ പൊടിയാണ്, അടിക്കുകയും തുടക്കുകയും ചെയ്യാഞ്ഞിട്ടേ. അപ്പോൾ എങ്ങനെ ഞാൻ അവിടെ വീഡിയോ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരമാവധി ഒഴിവാക്കിയത്. അപ്പോൾ എന്തായാലും ദൈവം തന്ന ആരോഗ്യം ദൈവമേ കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ തരണേന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന് എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയങ്ങളോടും താങ്ക്സ് പറയുന്നു.